എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് കിടക്കുന്നതിന് മുമ്പേ നമ്മുടെ ഈ ചാനൽ 20,000 സബ്സ്ക്രൈബർ എന്ന ഒരു നാഴികക്കല്ലും കൂടെ കടന്നിരിക്കുകയാണ്. അപ്പോൾ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത ഇപ്പോഴും അന്നും ഇനിയും സപ്പോർട്ട് ചെയ്യുന്ന സകലമാന എൻ്റെ ഫ്രണ്ട്സിനും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. 20,000 എന്ന നേട്ടത്തിലേക്ക് എത്തിച്ചതിന് പ്രത്യേകമായി നന്ദി. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം വെറൈറ്റി മീഡിയയിൽ ഒരു ഇൻ്റർവ്യൂ വരികയും ആ ഇൻ്റർവ്യൂവിനകത്ത് നമ്മുടെ തൊപ്പിയുടെ കൂടെയുള്ള MRC മമ്മൂനെ ഇൻ്റർവ്യൂ നടത്തുകയും മമ്മു അതിനകത്ത് പല പെൺകുട്ടികളുടെയും കുളിസി ഒളിക്യാമറയിലൂടെ ഒളിഞ്ഞു നിന്ന് കണ്ടു എന്ന് പറയുന്നൊരു സാധനം വളരെ വലിയ രീതിയിലുള്ള പ്രശ്നമായിട്ടുണ്ടായിരുന്നു. ഈ പ്രശ്നമായ സമയത്ത് പലരും ചോദിച്ച ചോദ്യം, ഈ ആങ്കർ എന്തുകൊണ്ട് മാപ്പ് പറയുന്നില്ല, ഈ ചാനൽ എന്തുകൊണ്ട് മാപ്പ് പറയുന്നില്ല എന്നുള്ള സാധനമായിരുന്നു. ഇതിനകത്ത് ഈ ആങ്കർ ക്ഷമാർപ്പണമായിട്ട് വന്നിരിക്കുകയാണ്. അതോടൊപ്പം ഈ ചാനൽ ഒരു ഭീഷണിയുടെ സ്വരവുമായിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ആ വിഷയങ്ങളൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. നമ്മളെ ആദ്യമായിട്ട് കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നവർ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ചാനൽ ഒന്ന് കണ്ടു നോക്കാൻ എനിക്ക് ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്. ഈ വീഡിയോ തീരുന്നതിനോടൊപ്പം തന്നെ ഞാൻ രണ്ടാമതൊരു വീഡിയോ ഇട്ട് വരും. ആ വീഡിയോയ്ക്കകത്ത് ഇതുപോലെ കുറേ ആങ്കേഴ്സിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്, മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ ഒക്കെ. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ ആ വീഡിയോയും കൂടെ കാണാൻ പരമാവധി ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇവിടെ കരണ്ട് വല്ലാത്തൊരു സീനാണ്, നിങ്ങളത് കാര്യമായിട്ട് എടുക്കണ്ട. അപ്പം നമുക്ക് ആദ്യം തന്നെ ഈ ആങ്കറുടെ ക്ഷമാർപ്പണം ഒന്ന് കാണാം. എല്ലാവർക്കും നമസ്കാരം. ഞാനൊരു സോറി പറയാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് സോറി പറയാൻ വൈകിപ്പോയെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ ഒരു 10-200 ഇന്റർവ്യൂസ് മുമ്പേ ചെയ്തിട്ടില്ലെങ്കിലും ആദ്യമായിട്ടാണ് എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു അനുഭവം ഞാൻ ഫേസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഫസ്റ്റ് വന്നപ്പോൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു. മാനസികമായി ഞാൻ വളരെയധികം തകർന്നു പോയി. ഇപ്പോഴും ഞാൻ അതിൽ നിന്ന് റിക്കവർ ആയി എന്നല്ല, എന്നാലും ഇപ്പോഴെങ്കിലും ഇനി പറഞ്ഞിട്ടില്ലെങ്കിൽ അത് ശരിയാവില്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്നെങ്കിലും ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഈ അടുത്തിടെ ഞാൻ ചെയ്തൊരു ഇന്റർവ്യൂവില് അതായത് എന്റെ ഭാഗത്തുനിന്ന് വലിയൊരു വീഴ്ച സംഭവിക്കുകയുണ്ടായി. അതിനൊരിക്കലും ഞാൻ ന്യായീകരിക്കല്ല. എനിക്ക് ആ ഒരു സമയത്ത് എന്റെ ഗസ്റ്റ് അങ്ങനെ പറയുമ്പോൾ എങ്ങനെയാണ് അതിനെ ഇന്ററാക്ട് ചെയ്യേണ്ടത് എന്നുള്ളത് പെട്ടെന്ന് എനിക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് എന്റെ മൈൻഡിൽ വന്നില്ല. അപ്പോൾ ഞാൻ വളരെ മോശമായ രീതിയിലാണ് ഇന്ററാക്ട് ചെയ്തത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. അതുപോലെ തന്നെ ഇപ്പം നിങ്ങൾ എല്ലാവരും പറഞ്ഞിരുന്ന പോലെ ഞാൻ ഒരു പോലീസിനെ സപ്പോർട്ട് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ വളരെ മോശമായിട്ട് അവരുടെ പ്രൈവസി മാനിക്കാതിരിക്കുന്ന ഒരാളൊന്നുമില്ല. നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഞാനൊരു സ്ത്രീയാണ്, എന്റെ വീട്ടിലും സ്ത്രീകളുണ്ട്, എനിക്കിനി ഒരു കുഞ്ഞിന്റെ അമ്മയാണ് ഞാൻ. അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ എനിക്ക് അതിന്റെ ഒരു ആഘാതം നന്നായിട്ട് അറിയാം. പക്ഷെ ആ ഒരു സമയത്ത് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഹാൻഡിൽ ചെയ്തത് വളരെ മോശമായിട്ടായി പോയി. അതായത് ഇന്നും ആ വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എന്നോട് തന്നെ തോന്നാറുണ്ട്, എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എന്താ പറഞ്ഞെന്നുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് ആ ടൈമിൽ അതിനെതിരെ വേറെ ഒന്നും പറയാൻ വേണ്ടി പറ്റിയില്ല. ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പൊ എന്റെ സിറ്റുവേഷൻ വളരെ മോശമായി പോയി. ഞാൻ അങ്ങനെ ചെയ്തത് വളരെ മോശമായി പോയി. അപ്പൊ നിങ്ങൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങളുടെ എല്ലാവരുടെ മാപ്പ് ചോദിക്കുകയാണ്. വളരെ നല്ല കാര്യമാണ്. നമ്മുടെ മനുഷ്യന്മാർക്ക് ഒരു തെറ്റ് പറ്റുക എന്നുള്ളത് ഒരു പുതിയ കാര്യമൊന്നുമല്ല. തെറ്റ് പറ്റുമ്പോൾ അത് തെറ്റാണെന്ന് മനസ്സിലാക്കി ആ തെറ്റിനെ അപ്പോളജൈസ് ചെയ്യുക, അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് അത് സംസാരിക്കുക എന്നുള്ളത് ഒരു നല്ല കാര്യമാണ്. അപ്പോൾ ഇവർ ഒരു ക്ഷമ പറഞ്ഞത് വളരെ നല്ല കാര്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അവർ ക്ഷമ പറഞ്ഞതിനെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ഈ ക്ഷമ പറഞ്ഞതിനോടൊപ്പം ഇവരുടെ ചാനൽ ഒരു അഹങ്കാരപരമായിട്ടുള്ള രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അതിലേക്ക് നമുക്ക് വരാം. പക്ഷേ ഈ ആങ്കറിനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവർ ഇതിനു മുമ്പും, അതായത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരു ഗസ്റ്റിനെ അവരുടെ ഒരു മാനസിക നില തകർക്കുന്ന പോലെ, അല്ലെങ്കിൽ ഒരു തമാശ എന്ന രീതിയിൽ എന്തൊക്കെ തോന്നുന്നത് ഇവർ കാണിച്ചു വെക്കുന്നത്. കുറച്ച് നാളുകൾക്ക് മുമ്പേ നടൻ ബൈജു ഇവരുടെ ചാനലിൽ ഒരു ഇന്റർവ്യൂവിന് വന്നിട്ടുണ്ടായിരുന്നു. വന്ന സമയത്ത് ഒരു സിനിമയുടെ പ്രൊമോഷനായിട്ട് വന്ന സമയത്ത് ആ നടനോട് പറയാണ്, ഈ സിനിമ പൊട്ടും, ഞാൻ ഇന്റർവ്യൂ ചെയ്ത് ഒരു പടവും വിജയിച്ചിട്ടില്ല എന്ന്. ഇത് കേൾക്കുമ്പോൾ പ്രൊഡ്യൂസറിന്റെ അവസ്ഥ എന്തായിരിക്കും, പ്രൊമോഷൻ വന്ന നടന്മാരുടെ അവസ്ഥ എന്തായിരിക്കും? നിങ്ങൾ തമാശ എന്ന് ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റൊരാളെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം നിങ്ങൾ ചിന്തിക്കണം. തമാശയൊക്കെ ആകാം, പക്ഷെ അതിനൊരു പരിധിയുണ്ട്. മറ്റൊരാളുടെ വിഷമം ഇളക്കി വിടുന്ന രീതിയിലാകരുത് നിങ്ങളുടെ തമാശ. ഞാൻ ആ ക്ലിപ്പും കൂടെ ഞാൻ കാണിക്കാം. ഞാൻ പ്രൊമോഷൻ എടുത്ത ജയിച്ചില്ല. നീ എത്ര സിനിമയ്ക്ക് പ്രൊമോഷൻ ചെയ്തു? പടത്തിന്റെ പ്രൊമോഷൻ ഒന്നും പറയാം, നമ്മളൊന്നും ചെയ്ത പടമൊക്കെ പൊട്ടിയില്ലേ. ഞാൻ പ്രൊമോഷൻ ചെയ്ത് ഒരു പടം വിജയിക്കത്തില്ലെന്ന്. ആ പടം അതിന്റെ പ്രൊമോഷന് വേണ്ടി വന്നപ്പോൾ ആ ഒരു ഇന്റർവ്യൂ വൈറലാക്കാൻ വേണ്ടിയിട്ട് ആ പടം ഹിറ്റ് ആവില്ല എന്ന് ഇവർ തന്നെ അങ്ങ് പറഞ്ഞു വരുത്തുകയാണ്. നല്ലൊരു സ്ട്രാറ്റജി അല്ലേ? ഏതായാലും ഇപ്പോൾ ഈ ആങ്കറിന് കിട്ടിയ അടി വളരെ മികച്ച അടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഉടനെ ഒന്നും ഇനി ഒരു കുരുത്തക്കേടൊന്നും കാണിക്കത്തില്ല. ഇനിയും കുറച്ചും കൂടെ അലേർട്ടായിരിക്കും. കാരണം അവർ ആ ഫുൾ വീഡിയോ ഞാൻ വെച്ചിട്ടില്ല, അതിൻ്റെ കാതലായ ഭാഗം മാത്രമേ വെച്ചിട്ടുള്ളൂ. അതിനകത്ത് ഇവർ നന്നായിട്ട് കരയുന്നും
വിഷമിക്കുന്നതൊക്കെ ഉണ്ട്. ഇവരുടെ മുഖത്ത് ആ വിഷമം കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ തിരുത്തുന്നെങ്കിൽ വളരെ നല്ല കാര്യം. നമ്മുടെ സമൂഹത്തിൽ ഒരിക്കലും ഒരാൾ ഒരു തെറ്റ് ചെയ്തു നീ ജീവിതം മൊത്തം തെറ്റുകാരൻ എന്ന് പറയുന്നത് ഞാൻ ചിന്തിക്കുന്നില്ല. നിങ്ങൾ സൈഡിൽ നിന്ന് നല്ലത് വരുമ്പോഴത്തേനും നമ്മളെപ്പോലുള്ള ആളുകൾ സപ്പോർട്ട് ചെയ്യും. സാധാരണ കാണുന്ന കോമൺ സെൻസ് ഉള്ള ബോധമുള്ള ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഇനി ഇത്തരത്തിൽ വളരെ പോകാതിരിക്കുക. ഇനി വഫ എന്ന് പറയുന്ന ചാനലാണ് ഈ വെറൈറ്റി മീഡിയയുടെ ഈ വിഷയത്തെ ആദ്യമായിട്ട് റിയാക്ട് ചെയ്തത്, അല്ലെങ്കിൽ അതാണ് കൂടുതൽ ജനശ്രദ്ധ നേടിയത്. ഈ ജനശ്രദ്ധ നേടിയ സമയത്ത് വെറൈറ്റി മീഡിയ ഈ വഫയ്ക്ക് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ആ ഭാഗം കളഞ്ഞു, നിങ്ങളുടെ വീഡിയോ ടേക്ക് ഡൗൺ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ വഫ അത് റിമൂവ് ചെയ്തില്ല. അതിനുള്ള കാരണം വെറൈറ്റി മീഡിയ എങ്ങും അപ്പോളജ് ചെയ്തില്ല, വെറൈറ്റി മീഡിയ ഈ വിഷയത്തെ അഡ്രസ്സ് ചെയ്തില്ല എന്നുള്ള കാരണമായിരുന്നു. ഇപ്പോൾ ആ വീഡിയോ റിമൂവ് ചെയ്യണം എന്നുള്ളത് മാറ്റി മര്യാദയ്ക്ക് ആ വീഡിയോ റിമൂവ് ചെയ്തു, ഇല്ലെങ്കിൽ ഞാൻ കോപ്പിറൈറ്റ് തരും, ആ ഒരു ഭീഷണിയുടെ സ്വരത്തിലേക്കാണ് ഈ ചാനൽ മാനേജ്മെന്റ് നിൽക്കുന്നത്. ഇങ്ങനൊരു വിഷയം ഇത് കാണുമ്പോൾ ഇത് എഡിറ്റ് ചെയ്ത് റിമൂവ് ചെയ്യപ്പെടണം, അല്ലെങ്കിൽ ഞാൻ ഒരു പെൺകുട്ടിയുടെ കുളി സീൻ കണ്ടു, അല്ലെങ്കിൽ ഒളിഞ്ഞ് കുളി കാണാൻ പോയി, അല്ലെങ്കിൽ വീടിൻ്റെ ഓടിളക്കി എന്നൊക്കെ പറയുമ്പോൾ അത് സമൂഹത്തിൽ പ്രശ്നമാണെന്ന് അറിയാൻ പോലും ബോധമില്ലാത്ത ആളുകളാണ് ഈ ചാനൽ നടത്തുന്നതെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നില്ല. സോ ഇത് വൈറലാകണമെന്ന് ചിന്തിച്ച് തന്നെ അവർ ചെയ്തതാണ്. അതിന് നിങ്ങൾ അറക്കാൻ ഇട്ട് കൊടുത്തത് നിങ്ങളുടെ ചാനലിൻ്റെ ഫേസ് ആയിട്ടുള്ള ആങ്കറിനെയും കൂടെയാണ്. അപ്പോൾ തന്നെ ഈ ചാനലിൻ്റെ ഒരു എത്തിക്സ് നിങ്ങൾ മനസ്സിലാക്കുക. മെയിനായിട്ട് ഇപ്പോഴത്തെ കാരണം, ഒരു ആൾ ഹിറ്റാവുന്നു, അത് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഹിറ്റാവുന്നു. നോട്ട് ദ പോയിന്റ് പറഞ്ഞാൽ പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ ഹിറ്റാവുന്നു. ഉടനെ വിളിച്ചെങ്കിൽ ഇൻ്റർവ്യൂ ആണ്. കണ്ട കോപ്രായം കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഹിറ്റാവും, ഞാൻ വൈറലാകും, എനിക്ക് അക്സെപ്റ്റൻസ് കിട്ടും എന്ന് ജനങ്ങളുടെ മനസ്സിലേക്ക് കയറ്റിവിടുന്നത് നിങ്ങളാണ്. നല്ല രീതിക്ക് ഒരു കാര്യം ചെയ്യുമ്പോഴത്തേനും അവരെ നിങ്ങൾ വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യും. മോശമായിട്ട് കണ്ട തോന്നിവാസം കാണിക്കുന്നവരെല്ലാം വിളിച്ച് ഇൻ്റർവ്യൂ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഫസ്റ്റ് ഓഫ് ഓൾ. അതാണ് പ്രധാന പ്രശ്നം. പിന്നെ എല്ലാം കണ്ടന്റാണ്, അത് പണം ഉണ്ടാക്കാൻ ശ്രമിക്കും. ഇവർ ഈ വീഡിയോ റിമൂവ് ചെയ്തത് ഇവരുടെ സാമൂഹിക പ്രതിബദ്ധതയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ ബദ്ധതയായിരുന്നെങ്കിൽ ഇവർ ആ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് തന്നെ ആ ബദ്ധത പ്രകാരം അത് മാറ്റിയാണ്. ഇവരിത് ചെയ്തതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ഇത് ചാനലിന് പ്രശ്നമാകുന്നു എന്നുള്ള രീതിയിൽ തന്നെയാണ്. അവരുടെ ആങ്കർ പോയി തൊലഞ്ഞാലും അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഇനി വഫയ്ക്ക് വെറൈറ്റി മീഡിയ നടത്തിയ ഭീഷണി നമുക്ക് നോക്കാം. ആണ് ഈ പറയണത്. വ്യൂസിനും ലൈക്സിനും വേണ്ടിയിട്ട് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ ആളാണ് റീച്ചിന് വേണ്ടി ഞാൻ ചെയ്തെന്ന് പറയുന്നത്, എന്നെ ത്രെറ്റൻ ചെയ്യുന്നു, സ്ട്രൈക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു? നിങ്ങൾ എന്നിട്ടും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല നിങ്ങളുടെ മിസ്റ്റേക്ക്. ആ ഒരു ആങ്കർ അപ്പോളജി പറയുന്ന വീഡിയോ കുറെ പേര് എനിക്ക് അയച്ചു, വിച്ച് ഇസ് എ വെരി ഗുഡ് തിങ്. പക്ഷെ നിങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം ഒരു പോസ്റ്ററെങ്കിലും ഇട്ടോ. എത്ര ആൾക്കാരാണ് ഒരു ഇന്റർവ്യൂ എടുത്ത് കഴിയുമ്പോൾ അതിന്റെ ഉള്ളിലുള്ളത്? അത്രയും ആൾക്കാർ അത് റെസ്പോൺസിബിൾ അല്ലേ? നിങ്ങളുടെ മീഡിയ അതിൽ റെസ്പോൺസിബിൾ അല്ലേ? ആ മീഡിയ എന്തെങ്കിലും ഇതിനെ പറ്റി ഇട്ടോ. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ തെറ്റ് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ എനിക്ക് അയച്ച മെസ്സേജ് നോക്കൂ. ഞാനിത് പറയാൻ കാരണം ഇതൊരു മിസ്റ്റേക്ക് അല്ല. കാരണം ഞാൻ ഒരുപാട് ആൾക്കാർ എനിക്ക് അയച്ച ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ വെക്കാം. നിങ്ങളുടെ മീഡിയയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ആങ്കറാണ്, അവർ പറഞ്ഞ വേർഡ്സ് ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. ഇവരുടെ ഈ കോമന്റ് കണ്ടാൽ അറിയാം ഇത് നിങ്ങളുടെ സ്ഥിരം ഏർപ്പാടാണ്, നിങ്ങൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറയുന്നതെന്ന്. അപ്പൊ ഇത് ഡെലിബറേറ്റ് ആയിട്ട് ചെയ്തതാണെന്ന് എല്ലാവർക്കും മനസ്സിലായി. എന്നിട്ട് അതൊന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പോലുള്ള ഒരു മാന്യത നിങ്ങൾക്കില്ല. എന്തൊരു ഒഡാസിറ്റി ആണ്. അതൊന്നും പോരാനിട്ട് നിങ്ങൾ ആ ലാസ്റ്റ് ഈ മെസ്സേജിൽ പറഞ്ഞത് നോക്കൂ. അവൻ അങ്ങനെ പറഞ്ഞത് ആളുകൾ വേറെ രീതിയിൽ എടുത്താണ്. അപ്പൊ തെറ്റുമൊത്തം ഇപ്പൊ ആൾക്കാർക്കായി. അത്രേ ഉള്ളൂ സംഭവം. ചാനലിന്റെ ഭാഗത്തൊരു തെറ്റുമില്ല. അവൻ പറഞ്ഞു ഇങ്ങനെ എടുത്ത് അങ്ങോട്ട് കൊടുത്തു. ഇത് കേട്ടപ്പോൾ ഇതിനകത്തൊരു പ്രശ്നമുണ്ട്, ഇത് സ്ത്രീത്വത്തെ അപമാനിക്കുന്നതാണ്, ഇത് നിങ്ങളുടെ ചാനലിലൂടെ പുറത്ത് വിടാൻ പാടില്ല എന്ന് ബോധമില്ലാത്ത ആളുകളാണ് നിങ്ങളുടെ എഡിറ്റിംഗ് ടേബിളിൽ ഇരിക്കുന്നതും ഈ സാധനം അപ്രൂവ് ചെയ്ത് ജനങ്ങളിലേക്ക് കൊടുക്കാനുള്ള പെർമിഷൻ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആർക്കും ബോധമില്ലെന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഇനി ഇവർ ബോധമില്ലായ്മയിലൊന്നും ചെയ്തല്ല, ഇത് വൈറലാകാൻ വേണ്ടി തന്നെ മനഃപൂർവ്വമായിട്ട് ചെയ്തതാണ്. തൊപ്പി ആ സീനി പറയുന്നുണ്ട്, തൊപ്പിയുടെ ലൈവിനകത്ത് തൊപ്പി പുറത്തു പോയി, തൊപ്പി അവിടെ ഇരിക്കുന്നത് ഇവൻ അൺകംഫർട്ടബിൾ ആയിരുന്നു, തൊപ്പി പുറത്തു പോയി ഇവന്റെ വായന്ന് വീണപ്പോഴാണ് ഇത് പുറത്തു വിട്ടത്. ഇനി വെറൈറ്റി മീഡിയ അയച്ച ആ ഒരു ത്രട്ടനിങ് സാധനത്തിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ മെസ്സേജ് ഇതാണ്: ഹേ വൈഫ, താൻ പറഞ്ഞല്ലോ വീഡിയോയിൽ എഡിറ്റ് ചെയ്യുമ്പോൾ അത് ഒഴിവാക്കാമായിരുന്നല്ലോ എന്ന്. അത് തന്നെ എക്സാക്ട്ലി സംഭവിച്ചത്. അത് ഫുൾ ഇന്റർവ്യൂ ഫ്ലോയിൽ പോയ ഒരു കണ്ടന്റ് ആണ്. വഫയാണ് ഇപ്പോൾ റീച്ചിന് വേണ്ടി കൂടുതൽ ആളുകളിലേക്ക് അത് സ്പ്രെഡ് ചെയ്യുന്നത്. ഞങ്ങൾ അത് റിമൂവ് ചെയ്തു. ഞങ്ങൾ മാക്സിമം വഫയുടെ അടുത്ത് പറഞ്ഞു നോക്കി. ഇനി ഞങ്ങൾക്ക് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് കൊടുക്കാനേ ഓപ്ഷൻ ഉള്ളൂ. അത് വഫയുടെ അക്കൗണ്ടിനെ തന്നെ ബാധിക്കും. സോ പ്ലീസ് ടേക്ക് ഡൗൺ ദാറ്റ് വീഡിയോ, ഇറ്റ്സ് അവർ റിക്വസ്റ്റ്. വളരെ മാന്യമായിട്ട് ഭീഷണിപ്പെടുത്തി. അതാണ് സംഭവം. അതായത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു തോന്നിവാസം വന്നതിനകത്ത് നിങ്ങളുടെ ചാനലിൽ അത് തെറ്റായെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ക്ഷമ പറയണമെന്നോ നിങ്ങൾക്ക് തോന്നിയിട്ടില്ല. നിങ്ങൾ ഇപ്പോഴും ചിന്തിക്കുന്നത് എന്താ? നിങ്ങളത് എടുക്കണം, ഇല്ലെങ്കിൽ ഞങ്ങൾ സ്ട്രൈക്ക് തരും, നിന്നെ കൊണ്ട് ഞാനത് എടുപ്പിക്കും. ആ ഒരു ടോണിലാണ് അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ വഫ ലാസ്റ്റ് പറഞ്ഞ മെസ്സേജ് കൂടെ, ആ ഇന്റർവ്യൂവിൽ പയ്യൻ പറഞ്ഞത് ചെറുപ്പത്തിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നാണ്. ബട്ട് ഇത് മാത്രം കാണുന്നവർ അത് വേറെ രീതിയിലാണ് എടുക്കുന്നത്. അത് ഇപ്പോൾ വഫ സ്പ്രെഡ് ചെയ്യുന്നത് അല്ല, നിങ്ങളത് അങ്ങോട്ട് ഉണ്ടാക്കി വിട്ടിട്ടല്ല അത് വേറെ രീതിയിൽ എടുത്തില്ലയോ. ശരി. ഇനി അതേപോലെ തന്നെ
നമ്മുടെ ബിഗ് ബോസിലുണ്ടായിരുന്ന പൂജ കൃഷ്ണ ഈ ഒരു ചാനലിൻ്റെ ആങ്കർ ആയിരുന്നു. പുള്ളിക്കാരി ഇതേപോലെ തന്നെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. പുള്ളിക്കാരി ഇട്ട പോസ്റ്റിനകത്തും ഈ പുള്ളിക്കാരി പറയുന്നത് ഞാൻ ആ ചാനലിലായിരുന്ന സമയത്ത് എനിക്ക് നോ പറയാൻ അറിയില്ലായിരുന്നു, എന്നെ കൊണ്ട് എനിക്കിഷ്ടമില്ലാത്ത ഞാൻ അൺകംഫർട്ടബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും എന്നെക്കൊണ്ട് ഈ ചാനൽ ചെയ്യിച്ചിട്ടുണ്ട് എന്നുള്ള രീതിയിൽ പൂജ വളരെ കൃത്യമായിട്ട് ഒരു കമൻറ്റ് ഇട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പൂജ പറയുന്നു എനിക്ക് അന്ന് നോ പറയാൻ പറ്റില്ലായിരുന്നു, ഇവരെല്ലാവരും ആങ്കറിനെയാണ് കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നത്, പുള്ളിക്കാരിയെ കൊണ്ട് ക്യൂട്ട്നെസ് വാരി വിതറിക്കായിരുന്നു. കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങൾ പൂജ കിടന്ന് എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പുള്ളിക്കാരിയെ കൊണ്ട് മനഃപൂർവ്വമായിട്ട് ചെയ്യിച്ചൊരു സാധനമാണെന്നാണ് പറയുന്നത്. ഒരു ചാനലിന് ഒരു ഐഡിയോളജി ഉണ്ടാകും, ആ ഐഡിയോളജി പ്രകാരമാണ് ആ ചാനൽ വർക്ക് ചെയ്യുന്നത്. ഈ വ്യക്തിയുടെ പേഴ്സണലായിട്ടുള്ള ഒരു ആശയത്തെ അവിടെ മുൻനിർത്താൻ പറ്റുന്നില്ല. അതിന് വളരെ ഒരു എക്സാമ്പിളാണ് ശാരിക എന്ന് പറയുന്നത്. അവർ മൈൽസ്റ്റോൺ മേക്കേഴ്സ് വന്നിട്ട് കണ്ട തോന്നിയ ദിവസം എല്ലാം പറയും, അവരുടെ ചാനലിൽ വന്നിട്ട് അവർ അവരുടെ സ്വന്തം അഭിപ്രായം പറയും. ഇത് എല്ലാ ചാനൽസും ഇങ്ങനെയാണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെക്കുറിച്ച് ജുവലിനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ജുവല് വളരെ മെച്യൂർഡ് ആയിട്ടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ ജുവല് പറഞ്ഞ ഒരു ഭാഗം ഞാൻ രണ്ടാമത് ചെയ്യുന്ന വീഡിയോ കാണിക്കാം. രണ്ടാമത്തെ ഈ വിഷയമായിട്ട് സംസാരിച്ച ഭാഗം നമുക്കൊന്ന് കേട്ട് നോക്കാം. It's only your responsibility. You are sitting in front of the camera. You should know what you're about to ask. വേറൊരു മഹത്തായ ഇന്റർവ്യൂ. കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കാൻ പോയപ്പോൾ കൗതുകമായിരുന്നു, ക്യൂരിയോസിറ്റി ആയിരുന്നു. എന്താണ് അതും അവനോ വെളിവില്ലാതെ അവനും ചെയ്ത ക്രൈം ഒക്കെ വിളിച്ചു പറയുന്നു. അതിനെ ഇങ്ങനെ മറ്റേ എന്താ പറയാ, എനിക്കറിയില്ല അതിനെങ്ങനെ ഇത്ര നിസ്സാരവൽക്കരിക്കണേത്. ആങ്കർ എന്ന് പറയുന്ന ആള് ശമ്പളം മേടിക്കുന്ന ഒരു തൊഴിലാളി മാത്രമല്ല. നിങ്ങളൊരു വ്യക്തിയാണ്, നിങ്ങൾക്കൊരു വ്യക്തിത്വമുണ്ട്, നിങ്ങൾക്കൊരു മനസാക്ഷിയുണ്ട്. ആൻഡ് യു ഷുഡ് ഹാവ് ദാറ്റ് സെൻസ്. കുറച്ച് സെൻസിബിൾ ആയിരിക്കണം. നിങ്ങളെ കാണുന്ന മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങളുടെ ചോദ്യങ്ങളുടെ നിലവാരമില്ലായ്മ, അതിലുള്ള ദ്വയാർത്ഥങ്ങൾ, അതിലുള്ള വൃത്തികേടുകൾ കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ സ്വാധീനിക്കുന്നുണ്ട്. ജുവൽ പറഞ്ഞത് വളരെ കറക്റ്റാണ്. വളരെ മെച്യൂർഡ് ആയിട്ടാണ് ജുവൽ ഈ വിഷയത്തിലെല്ലാം സംസാരിച്ചിരിക്കുന്നത്. ബേസിക്കായിട്ട് ഈ ആങ്കർമാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് എന്ത് തോന്നിയവസം പറയാനുള്ള ലൈസൻസ് ഇല്ല. നിങ്ങൾ അത്തരത്തിലൊരു തോന്നിവാസം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചാനൽ നിങ്ങളെ സപ്പോർട്ട് ചെയ്യില്ല. നിങ്ങൾ മാത്രമായിരിക്കാൻ റെസ്പോൺസിബിൾ. നിങ്ങളുടെ പ്രതിച്ഛായ, നിങ്ങളുടെ ഇമേജ്, നിങ്ങളുടെ ഡിഗ്നിറ്റി, അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. ഈ ചോദ്യം എനിക്ക് ചോദിക്കാൻ പറ്റില്ലെന്ന് പറയാം, കൂടിപ്പോയാൽ നിങ്ങൾ അവിടെ പറഞ്ഞു വിടും, അടുത്ത ചാനലിൽ പോയി കയറി സ്വന്തമായിട്ടൊരു ചാനൽ തുടങ്ങും. എന്തിനാണ് ഈ ബെല്ലവൻ്റെയും ആശയത്തിന് കിടന്ന് തുള്ളുന്നതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഏതായാലും കൊള്ളാം. ഇന്റർവ്യൂ എന്ന് പറഞ്ഞ് ഈ നാട്ടിൽ എന്തൊക്കെ അപരാധം പറഞ്ഞു. നല്ലത് ചെയ്യുന്നവരുണ്ട്, നല്ലത് ചെയ്യുന്നതിനൊന്നും നമ്മൾ മോശമെന്ന് പറഞ്ഞില്ല. മറ്റേ ജാങ്കോ സ്പേസിലൊരു ആങ്കറുണ്ട്, എന്തോ ഒരു ജനാർദ്ദനൻ, എന്ത് നന്നായിട്ടാണ് പുള്ളിക്കാരൻ ഇന്റർവ്യൂ ചെയ്യുന്നത്. റോഹൻ എന്ത് നന്നായിട്ട് ഇന്റർവ്യൂ ചെയ്യുന്നത്. നാളെ ഇവരുടെ സൈഡിൽ നിന്ന് ഒരു പ്രശ്നം വന്നേക്കാം കേട്ടോ. എന്നാലും കുറച്ചും കൂടെ തലച്ചോറെന്ന് പറയുന്ന സാധനം ഉപയോഗിക്കാൻ ഇവർക്കൊക്കെ അറിയാം. നിങ്ങൾ നിങ്ങളുടെ ഒരു ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ചുള്ള ഇന്റർവ്യൂസ് ഉണ്ടാക്കുക. ഏതായാലും ഈ ആങ്കർ ക്ഷമ പറഞ്ഞതിൽ നല്ല കാര്യം. ഈ ചാനലിൻ്റെ ഒരു അഹങ്കാരമാണ് നമ്മളിപ്പോൾ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ഈ ഒരു വിഷയത്തിൽ ഈ ഒരു ചാനലിൻ്റെ നിലപാടിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റുകളെ രേഖപ്പെടുത്താൻ പറ്റുകയായിട്ടാണ്.